ഇന്ന് വൻപയറും മത്തനും കൂടിയിട്ടുള്ള ഒരു വറുത്തരശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വൻപയർ നല്ലപോലെ കഴുകിയിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഒരുപാട് വെന്ത് പോകരുത്, കാരണം നമുക്ക് മത്തനും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം 2 വിസിൽ വന്നോട്ടെ. അതിനുശേഷം പകുതി വെന്തിട്ടുണ്ടാവും. മത്തനും കൂടെ ഇട്ട് വീണ്ടും ഒരു വിസിൽ, സ്ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി വെക്കുക. അപ്പോഴത്തേക്കെല്ലാം രണ്ടും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തരിതരിങ്ങനെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ അരപ്പ് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ ഒരു എരിശ്ശേരിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വറവാണ് കേട്ടോ. അപ്പോൾ പാനിൽ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ പിശുക്കൊന്നും കാണിക്കേണ്ട. അതിലേക്ക് കടുക്, പിന്നെ ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ചധികം പിടി തേങ്ങ, ചെറിയ തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എരിശ്ശേരി. ഓണത്തിൻ്റെ ഒരു മെയിൻ റെസിപ്പി തന്നെയാണ് സദ്യയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.